അർച്ചന, ഡോക്ടർ, ഞാൻ ആകെ വെറിയതാണ്. ഈ സ്കാനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അല്ല, ND സ്കാനും അനോമലി സ്കാനും ഓൾറെഡി ചെയ്തതല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നം കാണാതെ പോയി? നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇതൊന്ന് വിശദീകരിച്ചു തരാം. നമ്മൾ അർച്ചനയ്ക്ക് ആദ്യം ചെയ്ത സ്കാൻ 11 തൊട്ട് 13 ആഴ്ചയിലുള്ള ND സ്കാൻ ആണല്ലോ. അതിൽ പ്രധാനമായും ജനിതക വൈകല്യങ്ങളാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. കൂടാതെ ചെറിയൊരു ശതമാനം അംഗവൈകല്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തെ സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ 18 തൊട്ട് 24 ആഴ്ചകൾക്കിടയിൽ ചെയ്യുന്ന അനോമലി സ്കാൻ ആണ്. ഇതിൽ ഒട്ടുമിക്ക വൈകല്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും ചില വൈകല്യങ്ങൾ, അതായത് ഗർഭം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മാത്രമേ തെളിഞ്ഞു വരത്തുള്ളൂ. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ മോഡൽ സ്കാനിൽ കണ്ട കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ. നമ്മുടെ ലങ്സിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന മസിലായ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന വിടവ് മൂലം വരുന്ന അവസ്ഥയാണ് കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. ഇതുമൂലം വയറിലെ അവയവങ്ങളായ സ്റ്റൊമക്, ചെറുകുടൽ എന്നിവ ഈ വിടവിലൂടെ നെഞ്ചിലേക്ക് കടന്ന് ലങ്സിനെ അമർച്ച ചെയ്യുന്നു. ഇത് കുഞ്ഞിന്റെ വളർച്ചയുടെ തുടക്കത്തിൽ സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏത് അവയവം എപ്പോൾ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നു എന്നതനുസരിച്ചാണ് സ്കാനിൽ ഇത് വെളിപ്പെടുന്നത്. മാഡം, ഈ 3D 4D സ്കാൻ ചെയ്തിരുന്ന നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഈ 2D സ്കാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നിയെങ്കിൽ മാത്രമേ ഒരു 3D അല്ലെങ്കിൽ 4D സ്കാനിന്റെ ആവശ്യം ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ വയറുവേദനയായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്ത് നോക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. അല്ല, നമ്മൾ ഡയറക്റ്റ് CTO MRIയോ ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇനിയും വേണ്ടത് പീഡിയാട്രിക് സർജൻ അവൈലബിൾ ആയിട്ടുള്ള ടെർഷറി കെയർ സെന്ററിൽ ഡെലിവറി നടത്തി കുഞ്ഞിനെ പീഡിയാട്രിക് സർജൻ കണ്ടിട്ട് വേണ്ട സർജിക്കൽ ഓപ്ഷൻസ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഡോക്ടർ. എന്നാൽ നമുക്ക് അങ്ങനെ നോക്കാം. ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത്. താങ്ക് യു മാം. ഓക്കെ അർച്ചന, ശരി. എന്നാ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. Madam, other than congenital diaphragmatic hernia, what are the other evolving anomalies that we know of? That's a good question. Intestinal obstruction, cardiac anomalies like coarctation of aorta, cerebral anomalies, all these come under this evolving anomalies. ചില വൈകല്യങ്ങൾ വളരുന്നതിനൊപ്പമേ വെളിപ്പെടും. ഏതു തന്നെ ആയാലും അതിന് ചികിത്സയും പരിചരണവും ഉണ്ട്.